രാജ്യസഭയിലേക്ക് വരാം. അവിടെ ബഹളമാണ്. കോൺഗ്രസ് സോറോസ് ബന്ധം ആരോപിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വീണ്ടും പ്രതിഷേധവുമായി കോൺഗ്രസ് എംപിമാരും എത്തി. ബി.ജെ.പി ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് രാജ്യസഭ 12 മണി വരെ നിർത്തിവെച്ചു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, മോദി അദാനി കൂട്ടുകെട്ടെന്ന നിലയ്ക്കാണ് പ്രതിപക്ഷം ആദ്യം മുതൽ സമരവുമായി രംഗത്ത് അല്ലെങ്കിൽ ബഹളവുമായി രംഗത്ത് വന്നെങ്കിൽ അതിനുള്ള മറുമരുന്ന് എന്ന നിലയ്ക്കാണ് സോറോസ് കോൺഗ്രസ് ബന്ധം ഭരണകക്ഷി ആരോപിച്ചു തുടങ്ങിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ ചൂടേറിയ ചർച്ചകൾക്കും മല്ലികാർജുൻ ഖാർഗെ ഏത് നേതാവിനെയാണ് ഉദ്ദേശിച്ചതെന്ന് രാജ്യസഭാ അധ്യക്ഷൻ ചോദിക്കുന്ന അവസ്ഥയിലേക്കുമൊക്കെ എത്തിയത്. ഇപ്പോൾ അതേ നിലയിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണോ ഈ ബഹളത്തിന്റെ കാര്യത്തിലും ആരോപണത്തിന്റെ കാര്യത്തിലും ഇപ്പോൾ പാർലമെന്റിൽ കാണാൻ കഴിയുന്നത്? അതെ, ഈ പ്രതിഷേധം എന്നുള്ളതിൽ നിന്നും ഉപരിയായിട്ട് ഭരണപക്ഷ പ്രതിപക്ഷ വാക്പോരിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. രണ്ട് ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ബഹളം വെച്ച് സഭ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇന്ന് രാവിലെ രാജ്യസഭ ആരംഭിച്ചതിന് പിന്നാലെ തന്നെ കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജുവാണ് ഈ കോൺഗ്രസ് സോണിയാഗാന്ധി ജോർജ് സോറോസ് ബന്ധം എടുത്തിട്ടത്. വലിയ രീതിയിൽ തന്നെ ബി.ജെ.പി കോൺഗ്രസിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ഈ ഒരു സോറസ് ആരോപണം അത് ആയുധമാക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം എങ്ങനെയാണോ പ്രതിപക്ഷം അദാനി വിഷയം ഉന്നയിച്ചു കൊണ്ടിരുന്നത് അതിൽ നിന്നും നേരെ ഒരു പ്രത്യാക്രമണം എന്ന രീതിയിൽ ഒരു ആയുധമാക്കിക്കൊണ്ട് തന്നെ ഈ കോൺഗ്രസ് സോറോസ് എന്നുള്ള ആരോപണം അത് വലിയ രീതിയിൽ ഇപ്പോൾ രാജ്യസഭയിൽ ഉയർത്തി കാണിക്കുന്നു. അതും പാർലമെന്ററി കാര്യമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ളൊരു പോരാട്ടമാണ്, അല്ലെങ്കിൽ ഒരു അങ്ങോട്ടുള്ള ആക്രമണം തന്നെയാണ് പ്രതിപക്ഷത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ കോൺഗ്രസ് എം പി പ്രമോദ് തിവാരിയായിരുന്നു ബി.ജെ.പിക്കെതിരെയും വലിയ രീതിയിൽ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. പ്രധാനമായിട്ടും ഭരണഘടനയെല്ലാം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് ഭരണഘടനയെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഭരണഘടന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം അദാനി വിഷയം ഉന്നയിച്ചിട്ടുണ്ട് കോൺഗ്രസ്. നിലവിൽ ഈ സോറോസ് ബന്ധത്തിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് സോറോസ് ബന്ധത്തിൽ ആടി ഉലഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പാർലമെന്റിൽ പ്രത്യേകിച്ചും രാജ്യസഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. ഇന്നലെയും ഇതേ സോറോസ് ബന്ധത്തിൽ തന്നെ തട്ടിയാണ് ഈ 12 മണിയോടെ തന്നെ രാജ്യസഭാ നടപടികൾ അവസാനിപ്പിച്ച് ഇന്ന് ചേരാൻ വേണ്ടി പിരിഞ്ഞത്. അതേ രീതിയിലേക്ക് എന്നും പോകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ലോക്സഭയിൽ കാര്യങ്ങൾ വിപരീതമാണ്. അവിടെ സമാധാനപരമായി തന്നെ ചോദ്യോത്തര വേള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയും ഈ കോൺഗ്രസ് സോറോസ് ബന്ധം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഉന്നയിക്കാൻ വേണ്ടി തന്നെയാണ് അത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഭരണപക്ഷ എം പിമാർ അവിടെ ഇരിക്കുന്നത്.